വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരായ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് തൃശൂരിലും പ്രവർത്തനം തുടങ്ങി. പുതിയ ഓഫീസ് സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. വിദേശ പഠനം ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരമാണ് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഒരുക്കുന്നത്. തൃശൂരിലും ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കരിയർ അവസരങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നാണ് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് 32 ഇയേഴ്സായി. ഇപ്പോഴാണ് ഈ വർഷമാണ് തൃശ്ശൂർ എത്താൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഇതിപ്പം എത്രാമത്തെ ഇത് ഞങ്ങളുടെ 5ാമത്തെ ഓഫീസാണ്. കേരളത്തിലെ 5ാമത്തെ ഓഫീസാണ്. ട്രിവാൻഡ്രത്തുണ്ട്, കോട്ടയത്തുണ്ട്, അങ്കമാലിയിലുണ്ട്, ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്, ഇപ്പോൾ തൃശ്ശൂരുമായിട്ടുണ്ട്. അതായത് 32 ഇയേഴ്സായിട്ട് ഞങ്ങൾ എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒരു സ്റ്റുഡൻറ്റിനെയും പ്ലേസ് ചെയ്യാറില്ല. ഞങ്ങൾ എപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, അതും വളരെ വെൽ റാങ്ക്ഡ് ആയിട്ടുള്ള, വേൾഡിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഞങ്ങളൊരു ബെഞ്ച് മാർക്ക് പോലും വയ്ക്കുന്നത് എനിത്തിങ് അബോ IIT എന്നാണ്. ആ ഒരുപോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം നമ്പേഴ്സ് അല്ല ഞങ്ങളുടെ പ്രയോറിറ്റി. വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ കരിയർ വളരെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് കരിയറിൽ ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ടച്ച്വുഡ് ഇതുവരെ ഞങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻസും ഉണ്ടായിട്ടില്ല. എത്രത്തോളം കേസിൽ ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് നല്ലതായതുകൊണ്ട് ഞാൻ ഈ ടെസ്റ്റ് മണി ചെയ്യുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ഫോറിനിൽ പോയിട്ട് പഠിച്ചിട്ട് വരുന്ന ആളുകൾ, ഫോറിനിൽ പോയി പഠിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വരുന്നുണ്ട് പലരും. പക്ഷേ എങ്കിലും ആ എഡ്യൂക്കേഷൻ ഗിവ്സ് യു സോ മച്ച് ഓഫ് കോൺഫിഡൻസ്, സോ മച്ച് ഓഫ് സെൽഫ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പുറം രാജ്യത്ത് പോയി തിരിച്ചു വരുമ്പോൾ അറിയാം. പലരും അവിടെ തന്നെ ഇങ്ങനെ സെറ്റിലാവും. എനിവേ, ലൈഫ് ഈസ് സെറ്റിൽഡ് ബിക്കോസ് ഓഫ് ഇതുപോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്ത് സെക്യൂർഡായിട്ട് ആളുകളെ അയക്കുന്നു. ആർക്കും ഒരു വിധത്തിലും ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൺഫേം വരുന്ന സമയത്താണ് ഒരു സ്ഥാപനം മെച്ചപ്പെട്ടതായിട്ട് വരുന്നത്.